ഈസ്റ്റർ ദിനത്തിൽ അച്ഛൻ്റെ ബർത്ത്ഡേ കൂടെ ആയ സ്ഥിതിക്ക് ഞാൻ പോയിട്ടൊരു കേക്ക് വാങ്ങിച്ചിട്ട് വന്നു. കേക്ക് മാത്രമല്ല കേട്ടോ, കുറച്ച് ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തുടങ്ങി സമീർ അത് ഒളിപ്പിക്കാനുള്ളത് അത്ര പാടില്ല. ഇതാണ് ഞാൻ വാങ്ങിച്ചോണ്ടുവന്ന കേക്ക്. അവിടെ കടയെ കണ്ട് കേക്ക് ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വന്നു. ഇതിലോട്ട് എന്നപ്പോഴേക്കും ചെറുത് യോഗട്ട് നിന്നുകൊണ്ട് ഇപ്പുണ്ട്. പിന്നെ അടുക്കളയിലോട്ട് എന്നപ്പോഴത്തേ ബർത്ത്ഡേ കാര്യത്തിൽ പായസം ഉണ്ടാക്കണതിന്റെ തിരക്കിലാണ്. ഞാൻ വീഡിയോ എടുക്കണത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ചെറിയൊരു നാണൊക്കെ വന്ന്. പിന്നെ ഞാൻ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചോണ്ടുവന്ന കേക്കും കൊണ്ട് അടുക്കളയിലോട്ട് എന്ന് കഴിഞ്ഞപ്പോഴേക്കും ആള് ഫോണിലായോണ്ടാണെന്ന് അറിയാൻ പാടില്ല, മുഖത്ത് എനിക്ക് ആ വിചാരിച്ചൊരു ഫീൽ അങ്ങോട്ട് കിട്ടിയില്ല. എന്നാലും ഉണ്ടായിരുന്നട്ടാ. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, കണ്ട തുള്ളി വന്നത് ആള് ഭയങ്കര ഹാപ്പി തന്നെയാണ് കേട്ടോ. ആച്ചുവിന്റെ സ്റ്റെപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ വിക്രം സാറ് സമീറത അതുപോലെ തന്നെ സ്റ്റെപ്പ് ഇട്ട് തുടങ്ങി. സമീറ തുള്ളാന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല, ആള് തുള്ളിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോഴും ആച്ചുവിന്റെ തുള്ളല് തീർന്നിട്ടില്ല, അതേ തുള്ളിക്കൊണ്ടേയിരിക്കണം. പിന്നെ ഞങ്ങൾ അധികം വൈകാൻ നിന്നില്ല, കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങാടും ഇങ്ങാടും വായിലൊക്കെ വെച്ച് കൊടുത്തു. വേറെ ഒന്നും കൊണ്ടല്ലേ, ഈസ്റ്റർ ആണല്ലോ, ബാക്കി പരിപാടി ഉണ്ടായി, അതുകൊണ്ട് പെട്ടെന്ന് തീർക്കണം. അവിടെയുള്ള എല്ലാവർക്കും ഇങ്ങനെ നടന്ന് പെട്ടെന്ന് വായിൽ വെച്ച് കൊടുത്തു കേക്ക്. ഒരു കഷ്ണം കിട്ടിയത് പോരാണ്ട് ഞാൻ പിന്നെയും വാരി തിന്ന്. അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല. കേക്ക് മുറി കഴിഞ്ഞിട്ട് ആച്ചുവിന്റെ തുള്ളൽ ഇതുവരെയായിട്ടും തീർന്നില്ല. അങ്ങനെ തുള്ളിക്കൊണ്ട് വന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഗിഫ്റ്റ് അങ്ങോട്ട് എടുത്ത് കൊടുത്തു. പൊതിയാനൊന്നും നേരം കിട്ടിയൊന്നുമില്ല, അതുകൊണ്ട് വാങ്ങിച്ച ഗിഫ്റ്റ് അതുപോലെ തന്നെ അങ്ങോട്ട് കൊടുത്തു. ഞാൻ മാത്രമല്ലാട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചത് ജീത്തു ചേർന്ന് ആൽവിനും വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പൊ അതെല്ലാരും ഇങ്ങനെ നിരത്തി പിടിച്ച് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു വെച്ച്. അങ്ങനെ ആച്ചു വീണ്ടും സർപ്രൈസ് ആയി. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഈ പരിപാടികളൊക്കെ തീർത്തിട്ട് അടുത്ത കലാപരിപാടികളിലോട്ട് കിടന്നു. ഞങ്ങളുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് സമീറ വീട്ടിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തു. ഒട്ടും താമസിപ്പിച്ചില്ല, ഞങ്ങൾ വാങ്ങിച്ച മങ്കി ഷോൾഡർ അങ്ങനെ എടുത്ത് അങ്ങോട്ട് പൊട്ടിച്ച് ഞങ്ങൾ 4 പേരും കൂടി ചേഴ്സും പറഞ്ഞ് ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷം തുടങ്ങി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇത്തിരി വൈകിപ്പോയെന്നറിയാം എന്നാലും.